എൻ്റെ അമ്മ മരിച്ചു കിടക്കുന്നു, വീട്ടിൽ ആരുമില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ജീവിതത്തോടെ എനിക്ക് മടുപ്പ് തോന്നുന്നു, എൻ്റെ കൂട്ടുകാരും എന്നോട് സംസാരിക്കുന്നില്ല, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു, നിനക്ക് എന്താണ് അതിനെന്നോട് പറയാനുള്ളത്? ഇത് ആരോട് സംവദിച്ചതാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? AI ചാറ്റ് ബോട്ടുകളോട് ലോകത്തുള്ള പല ആളുകളും ചോദിച്ചതിൽ നിന്നുള്ള 2-3 എക്സാമ്പിളുകളാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. റീസെൻ്റായിട്ട് എൻ്റെ ജോബിൻ്റെ ഭാഗമായിട്ട് അനലിസ്റ്റിൻ്റെ ജോബിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ചാറ്റ് റിസൾട്ടുകൾ അനാലിസിസ് ചെയ്തു. അപ്പോഴാണ് ഞാൻ ഇത്തരത്തിലുള്ള ഭയാനകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾ പല ആവശ്യങ്ങൾക്കും ഇന്ന AI ടൂളുകൾ ഉപയോഗിക്കണം, AI ടൂളുകൾ നമ്മൾ എന്ത് ചെയ്യണം, നിരന്തരമായിട്ട് ഉപയോഗിക്കണം, നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം, നമ്മൾ കരിയർ ഇമ്പ്രൂവ് ചെയ്യണം, അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഞാൻ നമ്മളുടെ ചാനലിലൂടെ നിങ്ങളോട് പറയാറുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് മേക്ക് ഹ്യൂജ് നെഗറ്റീവ് ഇമ്പാക്റ്റ്. നമ്മൾക്കറിയാം, പല ആളുകളും അവരുടേതായ ലോകത്ത് ചുരുങ്ങിപ്പോവാണ്. എല്ലാവരും അവരുടെ ഡിവൈസ്, അവരുടെ ഫോണ്, അവരുടെ സോഷ്യൽ മീഡിയ ആയിരുന്നു ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ കാലഘട്ടത്തിൻ്റെ ആ രീതി മാറിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫോണ് എന്നതിൻ്റെ അപ്പുറത്ത് എൻ്റെ ചാറ്റ് ബോട്ട് കമ്പാനിയൻ അല്ലെങ്കിൽ എൻ്റെ AI കമ്പാനിയൻ എന്ന ഇടത്തേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നും, അല്ല ഞാനൊന്നും അത്തരത്തിൽ മാറിയിട്ടില്ല, ഞാനിപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംവദിക്കുന്നുണ്ട്, എൻ്റെ ഫാമിലിനോടൊക്കെ സംവദിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയേക്കാം. പക്ഷെ ഒരർത്ഥത്തിൽ നമ്മളും ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ കസിൻസിനോട് ചോദിക്കും, അല്ലെങ്കിൽ ബ്രദറിനോട് ചോദിക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കും. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക, നമ്മൾ ക്വിക്കായിട്ട് ആ നോളജ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചാറ്റ് ബോട്ടുകളോട് ചോദിക്കും, നോളജ് അറിയാനാണ്. പക്ഷേ ഇത് സെയിം സാധനം നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് വരുമ്പോഴും അവിടേക്കും നമ്മൾ ചാറ്റ് ബോട്ടുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ തന്നെ നമ്മുടെ ചാറ്റ് ബോട്ടുകളോട് പേഴ്സണലായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, ആരും ഇത് കാണൂല എന്നറിയുന്ന സമയത്ത് നമ്മൾ സംവദിക്കുന്ന ചാറ്റ് ബോട്ടുകളുടെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കിയാൽ മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഈ ഒരു ടൂളുകളോട് അഡിക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ AI ടൂളുകൾ ഉപയോഗിക്കുന്നതും ഇത് വെച്ചിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നതും ഇറ്റ്സ് എ ഗുഡ് വേ, ഇൻ എ കൈൻഡ് ഓഫ് വേ, നല്ല രീതി തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് എപ്പോഴും ഒരു ഇമോഷൻ വേണം, ആളുകളുടെ ഒരു സഹകരണം അല്ലെങ്കിൽ കപ്പാസിറ്റി, ആളുകളുടെ ഒരു തലോടൽ നമ്മൾക്ക് ആവശ്യമായിട്ട് വേണം. ഇതിൻ്റെ ഏറ്റവും പ്രശ്നം എന്താ വെച്ചാൽ, ആളുകൾ ഇത് എല്ലാ ഇടങ്ങളിലും, സോഷ്യൽ അല്ലെങ്കിൽ പേഴ്സണൽ ഇടങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ഇടങ്ങളിലും ഇതിനെ AI ചാറ്റ് ബോട്ടുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, നമ്മുടെ സോഷ്യൽ കണക്ഷൻസ്, സോഷ്യൽ ഇൻട്രാക്ഷൻസ്, ഫാമിലി കണക്ഷൻസ്, ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻസ്, ഇതൊക്കെ എന്ത് ചെയ്യും, തകരാൻ ചാറ്റ് ബോട്ടുകൾ ഇടയാക്കും. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തെളിവുകൾ നമ്മൾ തന്നെയാണ്. നമ്മൾ ചുറ്റോടൊന്നും നോക്കണ്ട. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ട്, നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ പെട്ടെന്ന് ചാറ്റ് ബോട്ടിനോട് അതിന് പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സിനോട്, ഏറ്റവും അടുത്തുള്ള ഫ്രണ്ട്സിനോട് കൂടി നമ്മളത് പറയില്ല. ഈവൻ ഇപ്പം നമ്മുടെ ലവിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ബ്രേക്കപ്പ് ആകുമ്പോഴൊക്കെ നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്നത് എന്തിനോടാണ്, ഇത്തരത്തിലുള്ള ചാറ്റ് ബോട്ടുകളോടാണ്. പക്ഷേ ഈ ചാറ്റ് ബോട്ടുകൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് നമുക്ക് വാണിംഗ് കൃത്യമായിട്ട് തരില്ല. നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെ കാണണം. ഏത് വിഷയവും അതിൻ്റേതായ എക്സ്പേർട്ടുകളെ നമ്മൾ കാണുന്ന സ്വഭാവം വരുത്തണം. നമ്മളെപ്പോഴും എന്താ വെച്ചാൽ, ഈ ഒരു ടൂള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമ്മൾക്ക് അതിനോട് മതിയാവില്ല. ഒരു മൊമെൻറ്റിൽ എത്തിയാലും നമുക്ക് ഇതിനോടൊക്കെ മടുപ്പ് വരും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോന്നിനും അതിൻ്റേതായ സ്പേസുകൾ കൊടുക്കുക. ചാറ്റ് ബോട്ടിന് അതിൻ്റെ സ്പേസ് കൊടുക്കുക. അതിനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സ്പേസിലേക്ക് കൊണ്ടുവരരുത്. നമ്മളൊരു കൗൺസിലറിൻ്റെ അടുത്തേക്ക് പോകുന്ന സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആ കൗൺസിലർക്കുള്ള സ്പേസ് കൊടുക്കുക. നമ്മുടെ ഫാമിലിനോടാണ് നമ്മൾ ഓപ്പണായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇതിൻ്റെ സ്പേസ് കൊടുക്കുക. നമ്മൾ ഗേൾ ഫ്രണ്ടിനോടോ ബോയ് ഫ്രണ്ടിനോ ഉള്ള സ്പേസ് അവർക്ക് കൊടുക്കുക. ആ സ്പേസുകൾ മുഴുവനും നമ്മുടെ ചാറ്റ് ബോട്ടുകൾക്ക് കൊടുക്കരുത്. നമ്മൾ ഭയങ്കര കെയർഫുൾ ആവണം. കാരണം എന്താ വെച്ചാൽ, ഞാൻ ആ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് AI ലൈവ് ഇൻട്രാക്ഷനോട് സംവദിച്ച കുറേ കാര്യങ്ങൾ കേട്ടിട്ട് ഭയങ്കര ആശങ്കപ്പെട്ടു. അതായത് ആളുകൾ ചോദിക്കുന്നത് ഇതാണ്, എൻ്റെ അമ്മ മരിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ പോകണമെന്ന് തോന്നുന്നു, എനിക്ക് ഡ്രഗ് അഡിക്റ്റ് ആവാൻ തോന്നുന്നു, എനിക്ക് എൻ്റെ കൈ മുറിക്കാൻ തോന്നുന്നു എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ ബി വെരി കെയർഫുൾ വിത്ത് എ ചാറ്റ് ബോട്ട്. താങ്ക് യു സോ മച്ച്.